മാതർമേ മധുകൈടഭഗ്നി മഹിഷപ്രാണാപഹാരോദ്യമേ ഹേ ഹേലാ നിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർപ്പിനി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാപഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മാഹാത്മ്യം തുടരുകയാണ്. ദേവന്മാർ ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ദേവന്മാരും കൂടി ശിവനെയും വിഷ്ണുവിനെയും കൂടി കാണാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വിവരങ്ങളൊക്കെ മഹിഷാസുരൻ്റെ ചെയ്തികൾ ഒക്കെ പറഞ്ഞു. ദേവന്മാരെയൊക്കെ തോൽപ്പിച്ചിട്ട് സർവാധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഇതായിട്ടിരിക്കുകയാണ് ദേവന്മാരൊക്കെ എന്നുള്ളതായിട്ടുള്ള കഥ പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞതായിട്ടുള്ള എല്ലാവർക്കും നല്ല കോപം വന്നു. ദേവന്മാർക്ക്, ബ്രഹ്മാവിനും വിഷ്ണുവിനും ഒക്കെ വളരെ കോപമായിട്ട് വന്നു. അവരുടെ ശരീരത്തിൽ നിന്ന് ഓരോരോ അതിമഹത്തായിട്ടുള്ള തേജസ് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും മുഖത്ത് നിന്ന് അതിശക്തമായിട്ടുള്ള ഓരോ തേജസ് പുറത്തേക്ക് വന്നു. ആ സമയത്ത് മറ്റ് ദേവതകളുടെയും എല്ലാ ദേവതകളുടെയും ജാതികളായിട്ടുള്ള ദേവതകളുടെ എല്ലാവരുടെയും ശരീരത്തിൽ നിന്ന് ഓരോരോ തേജസ് പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞു. ഈ തേജസ് എല്ലാം കൂടിയിട്ട് ഈ ദേവന്മാരുടെയൊക്കെ ദേഹത്തിൽ നിന്ന് വന്നതായിട്ടുള്ള തേജസ്സൊക്കെ കൂടി യോജിച്ചു, ഐക്യം പ്രാപിച്ചു എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഇനി ആ തേജസ് എന്തായി എന്ന് ചോദിക്കുകയാണ്. അതീവ തേജസ കൂടം ജ്വലന്തമിവ പർവ്വതം ദദൃശുസ്തേ സുരാസ്തത്ര ജ്വാലാവ്യാപ്ത ദിഗന്ധരം. അതീവ തേജസ കൂടം, അതീവ തേജസ്, അത്യധികമായിട്ടുള്ള ഒരു തേജസ്സിൻ്റെ കൂടം എന്ന് വെച്ചാൽ ഒരു സമൂഹം തന്നെയാണ്. എല്ലാവരുടെയും തേജസ് കൂടി ചേർന്നപ്പോൾ അത് അതിവിപുലമായിട്ടുള്ള വളരെ വലിയതായിട്ടുള്ളൊരു തേജസ്സായിട്ട് തീർന്നു എന്നുള്ളതാണ്. അതീവ തേജസ കൂടം ജ്വലന്തമിവ പർവ്വതം. അപ്പം കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഒരു പർവ്വതം അങ്ങോട്ട് ജ്വലിക്കുകയാണോ, കത്തിപ്പോവാണോ എന്ന് തോന്നും. ഒരു പർവ്വതം അങ്ങനെ നിന്ന് കത്തണ മാതിരി അത്ര വിപുലമായിട്ടുള്ളൊരു തേജസ്സായിരുന്നു. എല്ലാം കൂടി എല്ലാ തേജസ്സും കൂടി ചേർന്നപ്പോൾ വളരെ വിപുലമായിട്ടുള്ള ഒരു തേജസ് ഉണ്ടായി എന്നാണ്. ജ്വലന്തമിവ പർവ്വതം, ജ്വലിക്കുന്നതായിട്ടുള്ളൊരു പർവ്വതത്തെ പോലെ ആയി തീർന്നു ആ തേജസ്സൊക്കെ കൂടിയിട്ട് എന്നാണ്. ദദൃശുസ്തേ സുരാസ്തത്ര, തേ സുരാഹ, ആ ദേവന്മാർ തത്ര ദദൃശുഹു, തത്ര അവിടെ ദദൃശുഹു കണ്ടു. ദദർശ ദദൃശതുഹു, ദദൃശുഹു ബഹുവചനാണ്. ദദൃശുഹു കണ്ടു, ആ ദേവന്മാർ അവിടെ കണ്ടു. എന്താണ്? ഒരു പർവ്വതം പോലെ ഉള്ളതായിട്ടുള്ള ഒരു തേജസ്സാണ്, ജ്വലിക്കുന്ന ഒരു പർവ്വതം പോലെ ഒരു തേജസ്സിനെ അവർ കണ്ടു. ദദൃശുസ്തത്ര സുരാസ്തത്ര, ദദൃശുസ്തേ സുരാഹ തത്ര, തേ സുരാഹ, ആ ദേവന്മാർ അവിടെ കണ്ടു. എന്താണ്? ജ്വാലാവ്യാപ്ത ദിഗന്ധരം, എങ്ങനെയുള്ളതായിട്ടുള്ള പർവ്വതം പോലെ എന്നാണ് പറയണത്. ജ്വാലാവ്യാപ്ത ദിഗന്ധരം, ജ്വാലകൾ കൊണ്ട്, ആ തേജസ്സിൻ്റെ ജ്വാലകൾ കൊണ്ട്, അഗ്നി ആ സ്ഫുലിംഗങ്ങൾ കൊണ്ട്, അതിൻ്റെ ജ്വാലകൾ കൊണ്ട് വ്യാപ്ത ദിഗന്ധരം, ദിഗന്ധരങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള എല്ലാ ദിക്കുകളുടെ അറ്റം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അത്ര വലിയൊരു തേജസ്സായിരുന്നു കണ്ടത് എന്നതാണ്. അതിൻ്റെ ജ്വാലകൾ 4 ഭാഗത്തും ദിഗന്ധങ്ങളിലൊക്കെ എത്തിച്ചേർന്നിരുന്നു എന്നുള്ളതാണ്. അത്രത്തോളം ഭീമമായിട്ടുള്ള ഒരു തേജസ്സിനെ, ഒരു പർവ്വതം ജ്വലിക്കുന്നത് പോലെയുള്ളതായിട്ടുള്ള ആ തേജസ്സിനെ അവരവിടെ കണ്ടു എന്നാണ്. അപ്പോൾ യദഭൂച്ഛാംബവം തേജസ്തേനാജായ തന്മുഖം, അല്ല അതിൻ്റെ മുമ്പേ അതുലം തത്ര തേജ സർവദേവ ശരീരജം ഏകസ്ഥം തദപൂർണാരീ വ്യാപ്തലോകത്രയം തുഷാ. അതുലം തത്ര തത്തേജ, അതുലമായിട്ടുള്ള, തുലയില്ലാത്തതായിട്ടുള്ള, തുല്യത ഇല്ലാത്തതായിട്ടുള്ള, സാദൃശ്യമില്ലാത്തതായിട്ടുള്ള ആ തേജസ്, തത്തേജ, ആ തേജസ് ഒന്നായിട്ട് തീർന്നു എന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ ആ തേജസ്സിനോട് ഉപമിക്കാൻ ഒന്നും ഇല്ലാതെ കണ്ടായി എന്നുള്ളതാണ്. അതുലം, അതുലമായിട്ടുള്ള, അതുല്യമായിട്ടുള്ള, വേറെ സദൃശമായിട്ടൊന്നും ഇല്ലാത്തതായിട്ടുള്ള ആ തേജസ്, തത് തേജ, ആ തേജസ് സർവദേവ ശരീരജം, എങ്ങനെ ഉണ്ടായതാണ് ആ തേജസ്? ദേവശരീരജം, എല്ലാ ദേവന്മാരുടെയും ശരീരത്തിൽ നിന്നുണ്ടായതാണ്.
അനവധി ദേവന്മാരുണ്ടല്ലോ, 10 അപ്പം അങ്ങനെ അത്ര അധികം ദേവന്മാരുടെയൊക്കെ തേജസ് ഒന്നിച്ചു കൂടിയതാണ്. അപ്പം അത് വളരെയധികം തേജസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അധികം അതുല്യമായിട്ടുള്ള, തുല്യത വേറെ ഇല്ലാത്തതായിട്ടുള്ള ആ തേജസ് സർവദേവ ശരീരജം, സർവദേവന്മാരുടെയും ശരീരത്തിൽ നിന്ന് ഉണ്ടായ തേജസ് ഒന്നിച്ചു കൂടിയതാണ്. അത് ഏകസ്ഥം, അതൊരു ദിക്കിലായി വന്നു, ഒന്നായി തീർന്നു എന്ന് പറഞ്ഞുല്ലോ. ഏകസ്ഥം, ഒരേ സ്ഥലത്ത് വർത്തിക്കുന്നതായിട്ട്. തദഭൂത് നാരി, ആ തേജസ് ഒരു നാരിയുടെ രൂപം ധരിച്ചു എന്നാണ്. ഒരു സ്ത്രീ രൂപം ധരിച്ചു. ഈ തേജസ് എല്ലാ ദേവന്മാരുടെയും ദേഹത്തിൽ നിന്ന് വന്നതായിട്ടുള്ള തേജസ് ഒന്നിച്ചുകൂടി ഒരു നാരിയുടെ, സ്ത്രീയുടെ രൂപം ധരിച്ചു. തന്നാരി, ഒരു നാരിയായി തീർന്നു ആ തേജസ്. നാരി രൂപം ധരിച്ചു, ഒരു സ്ത്രീയുടെ രൂപം ധരിച്ചു എന്നാണ്. തദഭൂ നാരി വ്യാപ്ത ലോകത്രയം ത്യുഷാ. ത്യുഷാ, ആ ശോഭ കൊണ്ട്, അതിൻ്റെ ശോഭ കൊണ്ട്, ആ നാരിയുടെ ശോഭ കൊണ്ട് വ്യാപ്ത ലോകത്രയം, 3 ലോകങ്ങളെയും വ്യാപിച്ചു നിൽക്കുന്നതായിട്ടുള്ള ഒരു നാരിയുടെ, ഒരു സ്ത്രീയുടെ രൂപത്തെ ധരിച്ചു. അത്രത്തോളം തേജസ് കൊണ്ട് തന്നെയാണല്ലോ ഇതുണ്ടായത്. അപ്പം ആ തേജസ്സിന് അത്രത്തോളം പ്രകാശം ഉണ്ടായിരുന്നു, ജ്വലിച്ചുകൊണ്ടിരുന്നിരുന്നു. ആ ജ്വലിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ആ തേജസ് ഒരു സ്ത്രീയുടെ രൂപം ധരിച്ചു. ആ സ്ത്രീയുടെ തേജസ് 3 ലോകങ്ങളിലും വ്യാപിച്ചു എന്നാണ്. വ്യാപ്ത ലോകത്രയം ത്യുഷാ. ത്യുഷാ, ശോഭ കൊണ്ട് 3 ലോകങ്ങളിലും വ്യാപിച്ചതായിട്ടുള്ള ഒരു നാരിയുടെ രൂപത്തെ ധരിച്ചു ആ തേജസ് എന്നാണ്. യദഭൂച്ഛാംഭവം തേജ തേനാജായത തന്മുഖം യാമ്യേന ചാഭവൻ കേശാ ബാഹവോ വിഷ്ണു തേജസാ. ഒരു നാരീരൂപം ധരിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓരോരോ ഭാഗങ്ങളും ഓരോരുത്തരുടെ തേജസ് ആണ് ഓരോരോ ഭാഗങ്ങളായിട്ട് തീർന്നത് എന്ന് പറയുകയാണ്. യദഭൂൽ ശാംഭവം തേജ, ശംഭുവിൻ്റെ, ശിവന്റെ തേജസ് മാറിയത്. തേജസ്സും ഇവിടേക്ക് വന്നില്ല, എല്ലാവരുടെ തേജസ്സും വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒന്നായിട്ട് തീർന്നു. ഒന്നായി തീർന്നപ്പോൾ അതൊരു നാരീരൂപം ധരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഇതിൽ ചേർന്നതായിട്ടുള്ള ഓരോരോ തേജസ്സും ഓരോരുത്തരുടെ ആയിരുന്നു എന്ന് പറയാണ്. യദഭൂൽ ശാംഭവം തേജ, ശാംഭവം, അവിടെ പദം മുറിക്കുമ്പോൾ യത് അഭൂത് ശാംഭവം, ശംഭുവിൻ്റെ എന്നുള്ളതാണ്. യദഭൂത് ശാംഭവം തേജ തേന, തേജസ് തേന അജായത തന്മുഖം. അപ്പോൾ തേജ തത്, തേന, തതല്ല, തേന അജായത തന്മുഖം എന്ന്. യത് ശാംഭവം തേജ അഭൂത്, അത് യാതൊന്നാണോ ശംഭുവിൻ്റെ, ശംഭു ശിവൻ, ശിവന്റെ തേജസ്സായിരുന്നത്. ആ തേജസ് കൊണ്ട് തേന അജായത തന്മുഖം, ആ സ്ത്രീരൂപത്തിൻ്റെ മുഖം ആണ് ശംഭുവിൻ്റെ തേജസ് കൊണ്ടുണ്ടായത് എന്നാണ്. ശംഭുവിൻ്റെ തേജസ് മുഖമായിട്ട് മാറി, മുഖം അഭൂത്, മുഖമായിട്ട് തീർന്നു എന്നാണ്. ഇനി യാമ്യേന ച അഭവൻ കേശാഹ, യാമ്യേന, യമൻ്റെ ആയിട്ടുള്ള തേജസ് കൊണ്ട്, യാമ്യേന തേജസ എന്നുള്ളത് അതിലേക്ക് കൊടുക്കണം. യാമ്യേന തേജസ, യമൻ്റേതായിട്ടുള്ള തേജസ് കൊണ്ട്, എല്ലാ ദേവന്മാരുടെയും തേജസ് വന്നു എന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ യമൻ്റെ തേജസ് കൊണ്ട് എന്തുണ്ടായി? യാമ്യേന ച അഭവൻ കേശാഹ, കേശാഹ അഭവൻ, തലമുടി, സ്ത്രീരൂപത്തിലെ തലമുടി യമൻ്റെ കേശങ്ങൾ, യമൻ്റെ തേജസ് കൊണ്ടാണ് തലമുടി ഉണ്ടായത് എന്നുള്ളതാണ്. യാമ്യേന ച അഭവൻ കേശാഹ ബാഹവഹ വിഷ്ണു തേജസ, വിഷ്ണുവിൻ്റെ തേജസ് കൊണ്ട് ബാഹുക്കൾ ഉണ്ടായി, കൈകൾ ഉണ്ടായത് വിഷ്ണുവിൻ്റെ തേജസ് കൊണ്ടാണ്. ബാഹവോ വിഷ്ണു തേജസ, ബാഹവഹ പദം മുറിക്കുമ്പോൾ ബാഹവഹ വിഷ്ണു തേജസ, ബാഹുക്കൾ കൊണ്ട്, ബാഹുക്കൾ ഉണ്ടായത് വിഷ്ണുവിൻ്റെ തേജസ് കൊണ്ടാണ്. അപ്പോൾ ശിവൻ്റെ തേജസ് കൊണ്ട് മുഖം, യമൻ്റെ തേജസ് കൊണ്ട് തലമുടി, വിഷ്ണുവിൻ്റെ തേജസ് കൊണ്ട് ബാഹുക്കൾ, കൈകൾ ഉണ്ടായി എന്നുള്ളതാണ്. ബാഹവോ വിഷ്ണു തേജസ. ഇനി സൗമ്യേന സ്തനയോർയുഗ്മം മധ്യം ച ഇന്ദ്രേണ ചാഭവത് വാരുണേന ച ജംഘോരു നിതംബസ്തേജസ ഭുവഃ. ഈ സൗമ്യേന സ്തനയോഹോ യുഗ്മം, സൗമ്യമായിട്ടുള്ള തേജസ് കൊണ്ട്, സൗമ്യമായിട്ടുള്ള തേജസ് കൊണ്ട് സ്തനങ്ങളുണ്ടായി എന്നാണ്.
സൗമ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോമൻ്റെ ആയിട്ടുള്ള തേജസ് കൊണ്ട്, സോമൻ്റെ തേജസ് കൊണ്ട് ചന്ദ്രൻ്റെ തേജസ് സൗമ്യമായിട്ടുള്ളതാണല്ലോ ചന്ദ്രൻ്റെ തേജസ്. അപ്പോൾ ആ സൗമ്യേന തേജസ, സോമൻ്റേതായിട്ടുള്ള തേജസ് കൊണ്ട്, ചന്ദ്രൻ്റേതായിട്ടുള്ള തേജസ് കൊണ്ട് സ്തനയോഹോ യുഗ്മം, സ്തനയോഹോ സ്തനങ്ങളുടെ യുഗ്മം ഇരട്ട, 2 സ്തനങ്ങൾ ഉണ്ടായത് ചന്ദ്രൻ്റെ തേജസ് കൊണ്ടാണ് എന്നാണ്. സൗമ്യേന സ്തനയോഹോ യുഗ്മം, സ്തനയോഹോ യുഗ്മം, സ്തനങ്ങളുടെ യുഗ്മം ഇരട്ട, 2 സ്തനങ്ങൾ ഉണ്ടായി തീർന്നു സൗമ്യേന തേജസ, സോമൻ്റേതായിട്ടുള്ള തേജസ് കൊണ്ട്, ചന്ദ്രൻ്റേതായിട്ടുള്ള തേജസ് കൊണ്ട് സ്തനങ്ങൾ ഉണ്ടായി തീർന്നു എന്നാണ്. മധ്യം ചൈന്ദ്രേണ ചാഭവത്, മധ്യഭാഗം ചൈന്ദ്രേണ ച ഇന്ദ്രേണ എന്നാണ് പദം മുറിക്കുക. മധ്യം ച ഇന്ദ്രേണ ച അഭവത്, മധ്യഭാഗം ച ഇന്ദ്രേണ, ഇന്ദ്ര തേജസ് കൊണ്ട് മധ്യഭാഗം ഉണ്ടായി. ഇന്ദ്രേണ ച ഇന്ദ്രൻ്റേതായിട്ടുള്ള തേജസ് കൊണ്ട്, ഇന്ദ്രേണ ഇന്ദ്രൻ്റേതായ എന്നർത്ഥം. മധ്യം ച ഇന്ദ്രേണ ച തേജസ, മധ്യഭാഗം ഇന്ദ്രൻ്റേതായിട്ടുള്ള തേജസ് കൊണ്ട് മധ്യഭാഗം അഭവത് ഉണ്ടായി. ഇനി വാരുണേന ച ജംഘോരു, വാരുണേന വരുണൻ്റെ തേജസ് കൊണ്ട് ജംഘോരു, ജംഘയും ഊരുക്കളും, ജംഘ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണങ്കാല്, ജംഘയും ഊരുക്കളും, ഊരുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടകൾ, ആ തുടകളും ജംഘങ്ങളും ഉണ്ടായി തീർന്നത് വാരുണേന തേജസ, വരുണൻ്റെ തേജസ് കൊണ്ടാണ് എന്നാണ്. വാരുണേന ച ജംഘോരു. പിന്നെ നിതംബ തേജസാ ഭുവഃ, നിതംബം എന്നുള്ളത് അരക്കെട്ട് അതുണ്ടായി തീർന്നത് എന്താണ്? ഭുവഃ തേജസ, ഭൂമിയുടെ തേജസ് കൊണ്ട് നിതംബം ഉണ്ടായി തീർന്നു എന്നാണ്. ഇനി ബ്രഹ്മണ തേജസാ പാദൗ, ബ്രഹ്മാവിൻ്റെ തേജസ് കൊണ്ട്, ബ്രഹ്മാവിൻ്റെ തേജസ് കൊണ്ട് പാദൗ, പാദങ്ങൾ ഉണ്ടായി തീർന്നു. തദങ്കുല്യ ഒർക്ക തേജസ, അങ്കുലികൾ, പാദത്തിലെ തദങ്കുല്യ എന്ന് പറയുമ്പോൾ പാദത്തിൻ്റെ അങ്കുലികൾ, പാദങ്ങളുടെ അങ്കുലികൾ, തദോ അങ്കുല്യ, ആ അങ്കുലികൾ വെച്ചാൽ വിരല്, അങ്കുലി, തദങ്കുല്യ, ആ പാദങ്ങളിലെ അങ്കുലികൾ, തദങ്കുല്യ അർക്ക തേജസ, എന്തുകൊണ്ടാണ് ഉണ്ടായത്? അർക്കൻ്റെ തേജസ് കൊണ്ട്, സൂര്യൻ്റെ തേജസ് കൊണ്ടാണ് അങ്കുലികൾ ഉണ്ടായത്. കാലിൻ്റെ വിരലുകൾ സൂര്യൻ്റെ തേജസ് കൊണ്ട് ഉണ്ടായി എന്നാണ്. വസൂനാം ച കരാങ്കുല്യ, വസൂനാം പശുക്കളുടെ തേജസ് കൊണ്ട്, അഷ്ടാവസുക്കൾ, ആ 8 വസുക്കളുടെ തേജസ് കൊണ്ട് കയ്യിലെ അങ്കുലികൾ, കൈവിരലുകളുടെ തേജസ് ആണ്, അല്ല കൈവിരലുകൾ ഉണ്ടായി തീർന്നു എന്നാണ്. വസൂനാം ച കരാങ്കുല്യ, വസുക്കളുടെ തേജസ് കൊണ്ട് കരാങ്കുലികൾ, കരങ്ങളിലെ അങ്കുലികൾ, അനവധി കരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ കരങ്ങളുടെ അങ്കുലികൾ ഉണ്ടായി തീർന്നത്, അങ്കുലികൾ ച വിരലുകൾ ഉണ്ടായി തീർന്നത് വസൂനാം തേജസ, വസുക്കളുടെ, അഷ്ടാവസുക്കളുടെ തേജസ് കൊണ്ട് കരാങ്കുലികൾ ഉണ്ടായി, കയ്യിലെ വിരലുകൾ. പിന്നെ കൗബേരേണ ച നാസിക, കുബേരൻ്റെ തേജസ്, കൗബേരേണ കുബേരൻ്റേതായ തേജസ് കൊണ്ട്, കുബേരൻ്റെ തേജസ് കൊണ്ട് നാസിക, മൂക്ക് എന്നുള്ളതായിട്ടുള്ള അവയവം, അത് കുബേരൻ്റെ തേജസ് കൊണ്ടാണ് ഉണ്ടായത് എന്നാണ്. കൗബേരേണ ച നാസിക, കുബേരൻ്റേതായിട്ടുള്ള തേജസ് കൊണ്ട് നാസികയും ഉണ്ടായിത്തീർന്നു എന്നാണ്. ശ്രീ ശിവ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ലളിതാംബികായൈ നമഃ.